ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും പിണക്കം മാറ്റുന്നതിനെ പറ്റി നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അച്ഛനിങ്ങനെ അവിടെ കിടക്കുന്നു, അമ്മ മോളിൽ നിന്ന് അച്ഛനെ കണ്ടുകൊണ്ടും ഇരിക്കുക. അപ്പോഴേക്കും രേവതിയും സച്ചിയും വന്നു. രേവതിയും സച്ചിയും വന്നപ്പോൾ അച്ഛൻ ഹോളിൽ ഇങ്ങനെ കിടക്കുന്നു. അച്ഛനെന്താ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ മുറിയിൽ പോയി കിടക്കാനും സച്ചി പറയാം. അപ്പോൾ ഇവിടെ കിടന്നാൽ എന്താ കുഴപ്പമെന്ന് അച്ഛൻ അന്നേരത്തേക്കും സച്ചിയോട് ചോദിക്കാം. എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരുമെന്ന് നിനക്ക് അറിയത്തില്ലേ എന്നും അച്ഛൻ ചോദിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക ആ ചേട്ടത്തി മേളിൽ. അച്ഛന് ഡസ്റ്റ് അലർജി ഉള്ളതാ, ഇവിടെ കിടന്ന നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന കാര്യം ഇവർ പറയൂ കേട്ടോ. അപ്പോൾ മുറിയിൽ പോയി കിടക്കച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അമ്മ മുറിയിൽ കിടക്കുന്നത് കൊണ്ടല്ലേ അച്ഛൻ ഇവിടെ വന്ന് കിടക്കുന്നത്. അച്ഛാ വാശി കള്ള അച്ഛാ. അച്ഛൻ അമ്മയോട് സംസാരിക്കാൻ സച്ചി ഇങ്ങനെ പറയുക. ഇവർ 3 പേരും കൂടെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോയി. അപ്പോൾ എൻ്റെ സ്വർണം വിറ്റ കാശ് അദ്ദേഹം തരാമെന്ന് പറഞ്ഞു, അതിൽ 2 ലക്ഷം രൂപ തരികയും ചെയ്തു. പ്രശ്നം തീർന്നില്ലേ അച്ഛാ എന്ന് രേവതി ചോദിക്കാം. പിന്നെ എന്തിനാ അമ്മയോട് മിണ്ടാതിരിക്കുന്നതെന്നും ചോദിക്കാം. ഇവിടെ വിഷയം പണമൊന്നുമല്ല മോളെ, അവളുടെ സ്വഭാവമാണെന്ന് അച്ഛൻ അന്നേരം പറയാം. അമ്മയുടെ സ്വഭാവം ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയുന്നതല്ല, അത് വിടച്ചാന്ന് സച്ചി അന്നേരം പറഞ്ഞു. നിങ്ങൾ തമ്മിലിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്ന് സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ. അച്ഛൻ ചെന്ന് അമ്മയോട് ഒന്ന് സംസാരിക്കച്ചാ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നു എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം, അതിൽ നീ ഇടപെടണ്ട, നിങ്ങളതിൽ തലയിടേണ്ട ആവശ്യമില്ല, നീ എന്താ മറന്നു പോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോയിപ്പോൾ ഞാനിനി അച്ഛനോടൊന്നും പറയാനില്ല, അച്ഛന് ഇഷ്ടമുള്ളപ്പോൾ അച്ഛൻ സംസാരിക്കാൻ പറഞ്ഞു, വാ രേവതി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാലും അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി നിൽക്കുമ്പോഴത്തേക്കും തലയണയും പുതപ്പുമായിട്ട് ദേ ഇറങ്ങി വരും നമ്മുടെ ചന്ദ്ര. അപ്പോൾ ഇനി ഞാൻ അവിടെ കിടക്കുന്നത് കൊണ്ട് ആരും മുറിയിൽ കിടക്കാതിരിക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇവിടെയാണ് കിടക്കുന്നതെന്നും പറഞ്ഞ് ഇറങ്ങി വന്നു കേട്ടോ. അന്നേരത്തേക്കും രേവതിയും സച്ചിയും ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ്. അങ്ങനെ പായും തലേണയായിട്ട് എടുത്ത് ചന്ദ്രമതി ഇറങ്ങി പോവുക. ആ സമയത്ത് രേവതി ഇങ്ങനെ നോക്കിയപ്പോൾ എന്താടി നോക്കുന്നത്, എനിക്കിവിടെ കിടന്നുകൂടെയെന്ന് ചന്ദ്ര ചുമ്മാ ദേഷ്യപ്പെട്ട് ചോദിക്കുക രേവതിയോട്. ഞാനെന്താടി റോട്ടിൽ പോയി കിടക്കണമെന്ന് ചോദിച്ചു. അമ്മ ഇവിടെ കിടക്കണ്ട, മുറിയിൽ പോയി കിടക്കുന്ന രേവതി പറഞ്ഞു. അച്ഛൻ വന്ന് കിടന്നോളൂ എന്നും പറഞ്ഞു. അന്നേരം വേണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം, ഞാൻ കാരണം ആരും ഇനി ബുദ്ധിമുട്ടണ്ട, ഇവിടെ കിടക്കുകയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഇതും പൊക്കി പിടിച്ചോ അങ്ങനെ നിൽക്കുന്നത്. അച്ഛനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ അച്ഛൻ ഇവിടെ കിടന്ന അലർജി വരും, മുറി ചെന്ന് കിടക്കച്ച വാ അച്ഛാ എന്നും പറഞ്ഞ് സച്ചി നിർബന്ധിച്ച് അച്ഛനെ പിടിച്ചേൽപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അപ്പോൾ സച്ചി ഇവിടെ ഞാൻ പൊക്കോളാടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനങ്ങ് പോകുന്നു. അച്ഛനങ്ങ് പോയപ്പോൾ ചന്ദ്രമതി രവിയേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. രവിയേട്ടൻ നോക്കുന്നില്ല. എങ്ങോട്ടായി ഒളിച്ചോട്ടോ എന്ന് ചോദിച്ചു. പകല് മുഴുവനും നമ്മളെ ശത്രുക്കളെ പോലെ തല്ലുകൂടിയാലും രാത്രിയിൽ എൻ്റെ അടുത്ത് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടെന്ന് ചന്ദ്രമതി പറയുക. അത് രവിയേട്ടൻ്റെ മനസ്സിൻ്റെ നന്മയാണെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറയുന്നു. രവിയേട്ടൻ അതൊക്കെ കേട്ട് കണ്ണു നിറഞ്ഞിങ്ങനെ നിൽക്കുക. ആ നന്മ അറിയാവുന്ന ആൾ ചെയ്യാവുന്ന മുഴുവൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്നത് തെറ്റോ ശരിയോ വഴക്കാളിയാണോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല എന്ന് ചന്ദ്രമതി പറയുക കേട്ടോ. രവിയേട്ടൻ്റെ അടുത്ത് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിന് അത്രയും സമാധാനം, മനസ്സുകൊണ്ട് ഞാനൊരു കുഞ്ഞാണെന്നൊക്കെ ചന്ദ്രമതി രവിയേട്ടനോട് പറയുക കേട്ടോ. രവിയേട്ടൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ചന്ദ്ര സോപ്പിടാവുന്നതിൻ്റെ മൊത്തം സോപ്പിട്ട് പതപ്പിക്കാൻ നോക്കുക. വാശി പിടിക്കുമൊന്നുമല്ല, രവിയേട്ടൻ്റെ ഈ മനസ്സ് ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ രവിയേട്ടൻ നിറകണ്ണുകളോടെ ചന്ദ്രമതി ഒന്ന് നോക്കി. കമാന്നൊരക്ഷരം മനുഷ്യൻ മിണ്ടിയില്ല, നേരെ മുകളിലോട്ട് കയറിപ്പോയി. അതെ, അമ്മ ഇവിടെ കിടക്കാതെ അമ്മയും കൂടെ ചെന്ന് കിടക്കാൻ ചന്ദ്രമതി ഒരു രേവതി പറയുമ്പം ഞാനിവിടെ കിടക്കാമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ രവിയേട്ടൻ മുറിയിൽ ചെന്ന് കിടക്കുന്നത്, ഇത് തന്നെയല്ലേ നീ ആഗ്രഹിച്ചത് എന്ന് ചന്ദ്രമതി രേവതിയോട് പറയുന്നു. അമ്മേ, നിന്റെ അഭിനയം ആദ്യം നീ നിർത്തടി എന്ന് ചന്ദ്രമതി രേവതിയോട് പറയാം. ഒന്ന് പോയി തരാമോ രണ്ടാളും, എനിക്ക് ഉറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ പോയി. ചന്ദ്രയാണെങ്കിലോ ആ സോഫയിൽ ഇങ്ങനെ കിടക്കുക. രവിയേട്ടൻ മുറിയിൽ പോയി ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി വന്ന് അച്ഛൻ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ എന്താ എന്നെ ഉറക്കിയേച്ചേ പോവുള്ളൂ എന്ന്. അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വന്നിട്ട് അച്ഛാ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ അകൽച്ചയോടുകൂടി ജീവിച്ചാലോ, നീ ഇപ്പോൾ പോകുന്നോ അതോ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോണോ എന്ന് അച്ഛൻ അന്നേരം സച്ചിയോട് ചോദിക്കുക. സച്ചി ഒന്നും മിണ്ടിയില്ല. സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. രവിയേട്ടൻ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നു. ചന്ദ്രമതി താഴെ സോഫയിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാതെ കരഞ്ഞും നിലവിളിച്ചും ഒക്കെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ, ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കും. അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ചന്ദ്ര ഇവരെ എന്തെങ്കിലും തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അവിടെ രേവതിക്കാണ് ഭയങ്കര ദുഃഖം മൊത്തം അമ്മ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ, എന്നെ ഉറങ്ങാൻ വിടില്ലേ നിങ്ങളെന്ന് ചന്ദ്രമതി ചോദിച്ചു. നിങ്ങൾ രണ്ടറ്റത്ത് ഇങ്ങനെ ഇരുന്നാൽ ഞങ്ങളെങ്ങനെ ഉറങ്ങും എന്ന് രേവതി അന്നേരം ചന്ദ്രയോട് ചോദിക്കാം. പാതിരാത്രി ആയാലും അഭിനയത്തിന് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി അതിനും രേവതിയെ കുറ്റം പറയുന്നു. സച്ചി ഇങ്ങനെ തള്ളെ അന്തം വിട്ട് നോക്കുക. എൻ്റെ വിഷമം അത് ആർക്കും അറിയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്
ചന്ദ്രമതി കിടന്നങ്ങനെ ഉറഞ്ഞു തുള്ളുക രേവതിയുടെ മുന്നിൽ. എൻ്റെ ഉറക്കം പോയി, നിങ്ങളെങ്കിലും ചെന്ന് കിടന്ന് ഉറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോഴും സച്ചി കഷ്ടം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. രേവതി നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചുകൊണ്ട് പോവുക സച്ചി. അപ്പോൾ അവരുടെ അവസ്ഥ കണ്ടില്ല സച്ചേട്ടാ എന്ന് രേവതി ചോദിക്കുമ്പോൾ, രണ്ടുപേർക്കും ഇനി ഉറങ്ങാനൊന്നും കഴിയില്ല എന്ന് സച്ചി പറയുക ഇവരോട്. രണ്ടുപേരുടെയും പിണക്കം പുറത്താ. എത്ര പിണങ്ങിയാലും അവരുടെ ഉള്ളിലെ സ്നേഹത്തിന് ഒരു കോട്ടവും തട്ടില്ല എന്ന കാര്യം സച്ചി രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഒരു ദിവസം പോലും അച്ഛനമ്മയെ കാണാതിരിക്കാനും പറ്റില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് സച്ചി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു വാശിപ്പുറത്ത് അച്ഛൻ കുറച്ച് നേരം മിണ്ടാതിരിക്കുന്നതേ ഉള്ളൂ എന്നും അമ്മയെ മറക്കാൻ അച്ഛന് പറ്റില്ല, ഇങ്ങനെ ഒരു അവസ്ഥ രണ്ടുപേർക്കും സഹിക്കാൻ പറ്റുന്നതല്ല എന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ നല്ല വിഷമമുണ്ട് രണ്ടുപേർക്കും എന്നൊക്കെ പറയുമ്പം അങ്ങനെ എത്ര നാൾ പോകുമെന്ന് ചോദിച്ചു. അവരുള്ളു തുറന്ന് ചിരിക്കാത്തിടത്തോളം ഈ വീട്ടിൽ സന്തോഷവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം രേവതി പറയുക. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും പിണക്കം മാറ്റണം സച്ചേട്ടാ, മാറ്റിയേ പറ്റുള്ളൂ എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താണ് മാർഗമെന്ന് ആലോചിച്ച് ചന്ദ്ര പിന്നെയും കിടന്നു. ചന്ദ്രയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി ചായയൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കുടിക്കുന്നു. അപ്പോഴത്തേക്കും വർഷ വന്നു. വർഷയെ കണ്ടപ്പോൾ ശ്രീകാന്ത് എഴുന്നേറ്റില്ലേന്ന് ചോദിച്ചു. ഇല്ല, ശ്രീകാന്ത് ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയതെന്ന് വർഷ പറയൂ കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വന്നു. രേവതി ആൻറ്റിക്ക് ടീ കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചു. ആ ഞാൻ കൊണ്ടു കൊടുത്തായിരുന്നു, പക്ഷെ കുടിച്ചില്ല, എന്നെ വഴക്ക് പറഞ്ഞു എന്ന് രേവതി പറയൂ കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വർഷ ആൻറ്റി ഇതുവരെ തണുത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ദേഷ്യമൊന്നും മാറിയില്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ശ്രുതി വലിയ മച്ചി അമ്മഞ്ഞിവരുടെ അടുത്തേക്ക് വരിക. ആൻറ്റി ഇപ്പം എന്ത് ചെയ്യാനാ, പാവം അങ്കിൾ ആൻറ്റിയോട് മിണ്ടുന്നില്ല. ആൻറ്റി എന്തിനാ രേവതി ചേച്ചിയോട് ചുമ്മാ ദേഷ്യപ്പെടുന്നേ എന്ന് വർഷ ചോദിച്ചു. സച്ചി ആൻറ്റിയോട് ഓവറായിട്ട് സംസാരിച്ചില്ലേ, അതുകൊണ്ട് തന്നെയാണെന്ന് പറയുമ്പം അതിന് രേവതി ചേച്ചി എന്താ പഴച്ചതെന്ന് വർഷ അന്നേരം ശ്രുതിയോട് ചോദിക്കുക. ഇതൊന്നും ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പം ചേച്ചിയെ വെറുതെ എന്തിനാ വഴക്ക് പറയുന്നേ? അവരെ ശരിക്കും വഴക്ക് പറയേണ്ടത് ചേച്ചിയുടെ ഹസ്ബൻഡിനെ ആയിരുന്നു എന്നും വർഷ ശ്രുതിയോട് പറയാം. അല്ല എന്തിനാ ശ്രുതിയെ വഴക്ക് പറയുന്നേ? അപ്പം ശ്രുതിയേട്ടനാണല്ലോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഉണ്ടാക്കി വെച്ചത്. അപ്പം പിന്നെ അതല്ല ചെയ്യേണ്ടത്. രേവതി ചേച്ചിയുടെ ആഭരണങ്ങൾ അദ്ദേഹം ആൻറ്റിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വിറ്റില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചു. അത് ശ്രുതിയെ ചിലർ പറ്റിച്ചത് കൊണ്ടല്ലേ എന്ന് ശ്രുതി അന്നേരമല്ലേ ന്യായം പറയുമ്പം, അതെ ശ്രുതിയേട്ടൻ്റെ ഫൂളിഷ്നെസ് കൊണ്ട് സംഭവിച്ചതല്ലേ എന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. ശ്രുതിയോട് വർഷ ചോദിച്ചു. അതെ, അറിഞ്ഞുകൊണ്ട് ശ്രുതി തെറ്റൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം അറിയാതെ രേവതി ചേച്ചിയുടെ ആഭരണങ്ങൾ പറന്നു വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയതാണല്ലേ എന്ന് വർഷ ചോദിക്കുക. എല്ലാവരും എന്താ ശ്രുതി എങ്ങനെ കുറ്റപ്പെടുത്തുന്നെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ കുറ്റപ്പെടുത്തുന്നത്. ആദ്യം അദ്ദേഹത്തെ പോയി നന്നാക്കാൻ നോക്കാൻ പറഞ്ഞു വർഷ. ഒന്ന് നിർത്തം, നിങ്ങളെന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കടിക്കുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു. ശ്രുതിക്കൊന്നും പിടിക്കുന്നില്ല. അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കുന്നില്ല. ഇനി നിങ്ങളും പരസ്പരം വഴക്കുണ്ടാക്കി സംസാരിക്കാതിരിക്കുക, അതിനാണോ ഉദ്ദേശിച്ചതെന്ന് രേവതി ഇവരോട് ചോദിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ദേ നോക്ക്, നമുക്കിടയിൽ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് രേവതി പറഞ്ഞു. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും പിണക്കം മാറ്റാൻ നോക്കണം, അതാ ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ചേച്ചി, അതവരുടെ പേഴ്സണൽ വിഷയമാണ്, നമ്മളതിൽ ഇൻവോൾവ് ആവേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പം നമ്മളതിൽ ഇടപെടണം, അവരുടെ പിണക്കം നമ്മൾ മാറ്റണം, അവരെ കൊണ്ട് പരസ്പരം സംസാരിപ്പിക്കുകയും വേണമെന്ന് പറയുക രേവതി. അപ്പോൾ വർഷ നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കാതിരുന്ന നീ ഇടപെട്ട് അവരുടെ പിണക്കം മാറ്റാറില്ലേ എന്ന് ചോദിച്ചു. അന്നേരം ഇല്ലയെന്ന് പറഞ്ഞു വർഷ. ഞാൻ അവരുടെ പാട്ടിന് അങ്ങ് വിടുമെന്ന് പറഞ്ഞു. അവരിടയ്ക്കിടയ്ക്ക് വഴക്കടിച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതൊക്കെ പതിവാണ്. ഞാൻ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോവാറില്ല. 2-3 ദിവസം കഴിയുമ്പോൾ അവർ തന്നെ മിണ്ടിക്കോളുമെന്നും പറഞ്ഞു. അന്നേരം ആരും ഇടപെട്ടില്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പിണക്കം അത് മാറില്ല വർഷേ എന്ന് രേവതി പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ അവരെ ഇങ്ങനെ വിട്ടാലും പറ്റില്ല, നമുക്ക് അവരുടെ പിണക്കം മാറ്റിയേ പറ്റുള്ളൂ എന്ന് രേവതി പറയുക. അന്നേരം രേവതി പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ എന്ന് ശ്രുതി. ആൻറ്റിക്ക് നല്ല വിഷമമുണ്ട്, ഇതുവരെ ഭക്ഷണം പോലും ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രണ്ടുപേരും വാശി പിടിച്ച് നടക്കല്ലേ, നമുക്കതിനകത്ത് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു വർഷ. അപ്പം ഞാൻ തനിയെ പോയി എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറയും, നിങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് അച്ഛനോടും അമ്മയോടും എടുത്ത് സംസാരിക്കാൻ പറയാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് രേവതി പറയുമ്പോൾ നോക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ശ്രുതിയെ. അപ്പോൾ ഭാമയെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുക ചന്ദ്രമതി. ഈ ഭാമ എന്താ കോളെടുക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് വിളിയോട് വിളി. അപ്പോഴാണ് 3 മരുമക്കളും കൂടി ഇങ്ങനെ ചന്ദ്രയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ 3 മരുമക്കളും കൂടെ വന്നപ്പോൾ എന്താ 3 പേരും കൂടെ ഒരുമിച്ച് വന്നതെന്ന് ചോദിച്ചു. എന്താ 3 പേർക്കും കൂടെ ഒരുമിച്ച് വന്നൂടെ എന്ന് ചന്ദ്രയോട് വർഷ ചോദിച്ചു. എടുത്ത തറതല്ലേ പറയുള്ളൂ വർഷ ചന്ദ്രയോട്. ചന്ദ്രയ്ക്ക് അങ്ങ് പിടിക്കുന്നുമില്ല. ചന്ദ്ര ഇങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ നിനക്കെന്താടി അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ, പോയി വിടുന്നെന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുക, പോയി ജോലി ചെയ്യുമെന്നും പറഞ്ഞു.
അന്നേരം രേവതി ചേച്ചിയാ ആൻറ്റിയോട് സംസാരിക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് വർഷ അന്നേരം പറഞ്ഞു. അന്നേരം ചന്ദ്രൻ ഇങ്ങനെ രേവതിയെ നോക്കാം. എന്താ നിനക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? 2 ലക്ഷം രൂപ തന്നില്ലേ, ഇനി അതിനെക്കുറിച്ച് സംസാരം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വലിയ ആളാവുമ്പോഴേക്കും ഇനിയും കൊടുക്കാനില്ലേ 3 ലക്ഷം രൂപ എന്ന് വർഷ അന്നേരം ചന്ദ്രയോട് ചോദിച്ചു. അന്നേരം അത് ഞാൻ പെട്ടെന്ന് തന്നെ കൊടുത്തോളാം, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്ന് ശ്രുതിയെ. അന്നേരം അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്, നിങ്ങളത് മനസ്സിലാക്കാൻ രേവതി പറഞ്ഞു. ആൻറ്റി വാശികളാ, ആൻറ്റി പോയി അങ്കിളിനോട് സംസാരിക്കാൻ പറഞ്ഞു ശ്രുതി. എന്തിനു സംസാരിക്കണം? ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോലും പോകരുത്, എൻ്റെ മുഖം പോലും കാണണ്ടെന്നല്ലേ പറഞ്ഞത്. ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോവുമല്ലേ എന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ പോലും എന്നോട് പറയില്ല. ഇവളാണല്ലോ ഇപ്പോൾ മഹാറാണി, ഇവളോട് പറഞ്ഞിട്ടല്ലേ പോകുന്നതെന്ന് ചന്ദ്ര അതിനും രേവതിയെ കുറ്റം പറയുന്നു. ഇവൾ എന്ത് വിചാരിച്ചോ അത് നടന്നു എന്നും പറഞ്ഞ് രേവതിയെ കുറ്റം പറയുമ്പം ഈ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ കഴിയണം, അതിനപ്പുറം ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല അമ്മയെന്ന് രേവതി ഇങ്ങനെ ചന്ദ്രയോട് പറയുമ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിന് മാത്രമല്ലേ സന്തോഷം, ബാക്കിയുള്ളവരുടെയൊക്കെ സന്തോഷം നീ കെടുത്തിക്കളയല്ലേ എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കും കേട്ടോ. ആൻറ്റി നിങ്ങൾ ഈ പറയുന്നതൊക്കെ വളരെ തെറ്റാ, രേവതി ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും നമ്മുടെ വർഷ ആൻറ്റിയല്ലേ രേവതി ചേച്ചിയുടെ സ്വർണം രേവതി ചേച്ചിയോട് പോലും പറയാതെ മോന് വിൽക്കാൻ വേണ്ടി എടുത്ത് കൊടുത്തതെന്ന് വർഷ ചോദിച്ചു. അന്നേരം അത് നമ്മുടെ വീട്ടിലെ സ്വർണ്ണം അല്ലേ എന്ന് കരുതി എടുത്ത് കൊടുത്തതാണെന്ന് ചന്ദ്ര. അത് നിങ്ങളുടെ വീട്ടിലെ സ്വർണ്ണം അല്ല, രേവതി ചേച്ചിയുടെ സ്വർണ്ണമാണ്. നിങ്ങളുടെ മകൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർണ്ണം എടുത്ത് കൊടുക്കാം. രേവതി ചേച്ചിയുടെ സ്വർണ്ണം എന്തിനെടുത്ത് കൊടുത്തത്? അത് തൊടാൻ പോലും പാടില്ലായിരുന്നു എന്നും വർഷ ചന്ദ്രമതിയോട് പറയുക. ചന്ദ്രമതി അവിടെ ഇട്ട് വലിച്ചങ്ങ് കീറിയങ്ങ് ഊട്ടത്തു നമ്മുടെ വർഷ. അതുമാത്രമാണോ, വേറൊരു തെറ്റും ആൻറ്റി ചെയ്തില്ലേ എന്ന് ചോദിച്ചു വർഷ. ചേച്ചിയുടെ വീട്ടിലുള്ളവരാ സ്വർണം മാറ്റിയതെന്ന് ആൻറ്റി പറഞ്ഞില്ലേ, അതെന്താ തെറ്റല്ലേ എന്നും വർഷ ചന്ദ്രയോട് ചോദിക്കും കേട്ടോ. അന്നേരം വർഷേ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, എന്തിനാ ഇപ്പം അതിനെപ്പറ്റിയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ ശ്രുതി നല്ലവളെ അമ്മയാ നോക്കുക. ആൻറ്റി ചെന്ന് അങ്കിളിനോട് സംസാരിക്കുക, ചെല്ല ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പം ഇല്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, കൊഞ്ചിക്കൊണ്ടിരിക്കുക ചന്ദ്ര. അമ്മ മിണ്ടിയ പിണക്കം പറഞ്ഞ അച്ഛനും മിണ്ടുവെന്ന് രേവതി അന്നേരം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചാലും അദ്ദേഹം എന്നോട് സംസാരിക്കില്ല, എനിക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തെ നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് ചന്ദ്ര പറയുമ്പം ആൻറ്റി ഒരു കാര്യം ചെയ്താ അപ്പം അങ്കിൾ ആൻറ്റിയോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്താ എന്നിങ്ങനെ ഇതിലിരിക്കുക. അപ്പോൾ നമ്മുടെ വർഷം ഇത് പറഞ്ഞത്, ആൻറ്റിയെ രേവതി ചേച്ചിയോട് മാപ്പ് പറഞ്ഞാൽ മതി, അപ്പം അങ്കിള് സംസാരിക്കുമെന്ന് പറയുമ്പം എന്ന് പറഞ്ഞ ചന്ദ്രമതി അന്തം വിട്ടിങ്ങനെ നോക്കുക. ആ വർഷേ പല്ലൂർമ്മി പിടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എടി നീ ഇതിനു വേണ്ടിയല്ലേ ഇവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് രേവതിയോട് ചന്ദ്രമതി ചോദിക്കുന്നു. ഞാനൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ല അമ്മയെന്ന് രേവതി പറയുമ്പം ആ കുറ്റോ രേവതി ചേച്ചിക്ക് തന്നെ. രേവതി ചേച്ചി അല്ലല്ലോ, ഞാനല്ലേ ഇപ്പം ഈ കാര്യം ആൻറ്റിയോട് പറഞ്ഞേ. ആൻറ്റി രേവതി ചേച്ചിയോട് മാപ്പ് പറയാത്തത് കൊണ്ട് അങ്കിൾ ഇതുവരെയും ആൻറ്റിയോട് സംസാരിക്കാത്തത്. മാപ്പ് പറഞ്ഞാൽ ഈ വിഷയം അവിടെ അവസാനിക്കുമെന്ന കാര്യം ഇങ്ങനെ പറയുക നമ്മുടെ വർഷ ചന്ദ്രയോടെ. ആൻറ്റി രേവതിയോട് മാപ്പ് പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു ശ്രുതി. അപ്പോൾ ആൻറ്റി മാത്രമല്ല നിങ്ങളുടെ ഹസ്ബൻഡും ചേച്ചിയോട് മാപ്പ് പറയേണ്ടതാണെന്ന് വർഷ അന്നേരം അവിടെ വെച്ച് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി നിൽക്കുവാണ്. അപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ശ്രുതി, ഞാനും എൻ്റെ മോനും ഇവരുടെ കാൽക്കൽ വീണ് മാപ്പ് പറയണമെന്ന്. ഇപ്പം മനസ്സിലായില്ലേ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന്. നീ എന്നിട്ട് ഇവരുടെ കൂടെ ഇങ്ങ് പോന്നല്ലോ. എടി നിന്റെ ആഗ്രഹം അത് നടക്കില്ലടി എന്ന് രേവതിയോട് ചന്ദ്രമതി പറയുമ്പോൾ, അമ്മേ എനിക്ക് അങ്ങനെ ഒരാഗ്രഹവും ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അച്ഛനും അമ്മയും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, അതുകൊണ്ടാണ് ഇവരെയും കൂട്ടി ഞാൻ ഇവിടേക്ക് വന്നതെന്ന് രേവതി പറയുമ്പോൾ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ സൈഡിലേക്ക് തലയും തട്ടി തെറിപ്പിച്ചിരിക്കാം. അപ്പം ആൻറ്റി മാപ്പ് പറ, ഈ പ്രശ്നം ഇവിടെ അങ്ങ് അവസാനിക്കട്ടെ ആൻറ്റി എന്ന് പറഞ്ഞു വർഷ. അപ്പം ഞാനെന്താ നിങ്ങളോട് മാപ്പ് പറയണമെന്ന് ചന്ദ്ര ചോദിക്കുമ്പം എന്തിനു പറയണമെന്നോ, ആൻറ്റി രേവതി ചേച്ചിയോട് ചെയ്തത് തെറ്റല്ലേ, അപ്പോൾ ആൻറ്റി ശ്രുതിയെ ഹെൽപ്പ് ചെയ്തതാണെന്ന് ശ്രുതി. സ്വർണം വെറ്റത് ആൻറ്റി അല്ല ശ്രുതിയാണെന്നും പാവം ആൻറ്റി എന്ത് പഴച്ചു അതിനെന്നും ശ്രുതി ചോദിക്കും കേട്ടോ. അപ്പം ഇങ്ങനെയാണോ മകനെ സഹായിക്കേണ്ടതെന്ന് വർഷ അന്നേരം തിരിച്ചു ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരം പന്തി നടത്തിക്കൊണ്ടിരിക്കുക. ആൻറ്റി നിങ്ങളൊരു അമ്മയല്ലേ, അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി തെറ്റ് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് പകരം സപ്പോർട്ട് ചെയ്തിരിക്കുകയല്ലേ എന്നും വർഷ ചന്ദ്രയോട് ചോദിക്കുക. വർഷയുടെ ഒറ്റ ചോദ്യങ്ങൾക്ക് പോലും ചന്ദ്രയ്ക്ക് മറുപടിയില്ല. ആൻറ്റി ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിന് മാപ്പ് പറഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം, ആൻറ്റി മാപ്പ് പറ, പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് വർഷ. അപ്പോൾ രേവതി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം വർഷേ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്ന് ചോദിച്ചു രേവതി. എന്നോടാരും മാപ്പ് പറയാനൊന്നും വരണ്ടെന്ന് പറയുമ്പം അല്ലെങ്കിൽ നിന്നോട് ആരാടി ഈ മാപ്പ് പറയാൻ വരുന്നേ എന്നും ചോദിച്ചായി ചന്ദ്ര. അന്നേരം വീട് രേവതി ചേച്ചി ആൻറ്റിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചെയ്ത തെറ്റ് ആൻറ്റി ഇപ്പോഴും അംഗീകരിക്കുന്നത് പോലും ഇല്ല.
ആ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇരിക്കുക. ആൻറ്റി മാപ്പ് പറഞ്ഞാൽ മാത്രമേ അങ്കിള് വന്ന് ആൻറ്റിയോട് സംസാരിക്കൂ. ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു വർഷ. പറയാനുള്ളത് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. നമ്മുടെ രേവതിയും വർഷയും കൂടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി ആരോടും മാപ്പ് പറയണ്ട, അങ്കിളിനോട് ചെന്നൊന്ന് സംസാരിച്ചാൽ മതി, പിണക്കൊക്കെ മാറിക്കോളൂ എന്ന് ശ്രുതി പറയുക ചന്ദ്രയോട്. ഞാൻ സംസാരിച്ചാലും രവിയേട്ടൻ എന്നോട് സംസാരിക്കില്ലെന്നേ, മുന്നിൽ ചെന്ന് നിന്നാൽ തന്നെ എനിക്ക് വഴക്ക് കേൾക്കുമെന്നും പുള്ളിക്കാരി പറയാം. രവിയേട്ടൻ എപ്പോൾ തോന്നുന്നു അപ്പം എന്നോട് മിണ്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചിയും അതുപോലെ ഈച്ചയും കൂടി വണ്ടി നോക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇത് ആരുടെ ഐഡിയ ആണെന്ന് ചോദിച്ചപ്പോൾ ഇത് രേവതിയുടെ ഐഡിയ ആണ്. സച്ചേട്ടൻ വാങ്ങിച്ചായിരുന്നു സ്വർണം മാത്രമേ ഇടൂ, സച്ചേട്ടൻ മുറി കെട്ടും എന്നൊക്കെ അവൾ ശപഥം ചെയ്തല്ലോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ വരുമാനം വേണ്ടടാ. അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങി അത് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്തെങ്കിലും കടക്കാരൻ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ നമ്മുടെ സച്ചി പുതിയ കാർ എടുക്കാൻ ചെന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.